ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ എഗ്ഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് 2 ഗ്ലാസ് അരി 4 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ് നേരം കുതിർന്നതിന് ശേഷം കുക്കറിനകത്തോട്ട് ഒരു 8 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിൽ ഉപ്പും ഗ്രാമ്പു പട്ട ഏലക്കായ ചതച്ചതും ഇട്ടിട്ട് അരിയെ വേവിച്ചു മാറ്റിവെച്ചു. ശേഷം മസാലയ്ക്കുള്ള സവാള 3 എണ്ണം അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എല്ലാം കൂടെ വഴറ്റി ഒരു തക്കാളിയും അരിഞ്ഞിട്ടു. അതിനുശേഷം മുട്ട വേവിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് കടുക് വറുത്തു. എല്ലാം കൂടെ വഴറ്റി നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള, ക്യാരറ്റ് ചീകിയത് എല്ലാം കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യിലാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ശേഷം കുക്കറിൽ നിന്നും ചോറ് സ്റ്റീൽ ഡബ്ബയിലോട്ട് മാറ്റി അതിൽ മസാല എടുത്തു. മസാലയോടൊപ്പം അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ഫ്രൈ ചെയ്തതും ചേർത്ത് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചു. അതിന് ശേഷമാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. അതിനോടൊപ്പം ചേർത്ത് കഴിക്കാൻ തൈരുണ്ട്. നല്ല കട്ട തൈരാണ്, വാങ്ങിച്ചതല്ല, വീട്ടിലുണ്ടാക്കിയ തൈര്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചുവന്നുള്ളി, ഉപ്പുപൊടി എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് തൈരിൽ. പിന്നെ തേങ്ങാ ചമ്മന്തിയാണ്, അതിൽ പൊടിച്ചെടുത്തതാണ് ചമ്മന്തിയെ, വെള്ളം ചേർക്കാതെ. തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, ഉപ്പുപൊടി ചേർത്തിട്ടേ ഉള്ളൂ. അത് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തു. പിന്നെ നെല്ലിക്ക കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നെല്ലിക്ക അച്ചാറിൽ കടുക് വറുത്തു, നെല്ലിക്ക അരിഞ്ഞിട്ടു. വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു നുള്ള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കായം, ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്തു. വെള്ളം ചേർത്തിട്ടില്ല. ഇതാണ് ബിരിയാണിക്കൊപ്പം ചേർത്ത് കഴിക്കാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ പ്ലേറ്റിലോട്ട് ബിരിയാണി റൈസും എല്ലാം മാറ്റി തേങ്ങ ചട്നിപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അച്ചാർ ചേർക്കാം. നെല്ലിക്ക അച്ചാറാണ്, നല്ല രുചികരമായ അച്ചാറാണ്. എല്ലാം ഹാൻഡ് മെയ്ഡ്, ഒന്നും കടകളിലത്തതില്ല, അധികവും അങ്ങനെ തന്നെയാണ്. പിന്നെ തൈരിനകത്ത് നമുക്കിതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം വേണം എടുക്കാൻ. ഇട്ട് വെച്ചിട്ടൊരു 5 മിനിറ്റായി. അങ്ങനെ നമ്മൾക്ക് എല്ലാ ദിവസവും ചോറും കറികളൊക്കെ ആകുമ്പോഴേ ചില അവധി ദിവസങ്ങളിൽ നമ്മളെ വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ വെച്ച് ഒരു 4 പേർക്ക് കഴിക്കാവുന്ന ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും വളരെ സന്തോഷമായിരിക്കും, നമുക്കും ഒരു ചേഞ്ച്. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഈ എല്ലാ സാധനങ്ങളും ചെറുതായിട്ടെങ്കിലും ഉണ്ടാകും. കണ്ടതിന് ശേഷം ഒരു ലൈക്ക്, കമൻറ്റ്, ഷെയർ, എൻ്റെ ചാനലും സബ്സ്ക്രൈബ്